بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وصحابته أجمعين، أما بعد. الحمد لله. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും പ്രഭാതങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യയും ഹദീസും പാരായണം ചെയ്തും ആശയങ്ങൾ പങ്കുവച്ചും ത്വയ്ബ മൺഡേ ക്ലബ്ബ് എന്ന പേരിൽ വർഷങ്ങളായി ഇത്തരമൊരു പ്ലാറ്റ്ഫോമിൽ നാം ഒത്തുകൂടാറുണ്ട്. ഇന്ന് അതിൻ്റെ തുടർച്ച എന്നതിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം മീലാദ് പ്രമാണിച്ച് നമ്മുടെ ത്വയ്ബ സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ 63 ദിവസം 63 വ്യത്യസ്ത ഇവൻ്റുകൾ സംഘടിപ്പിക്കുകയും ഇന്നത്തെ നമ്മുടെ ക്ലാസ് അറുപത്തിമൂന്ന് ദിവസത്തെ പരിപാടികളുടെ പരമ്പരയിൽ സ്വബാഹുർ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാതം എന്ന വിഷയം മൺഡേ ക്ലബിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ വായിച്ചു വരുന്നത് ഇമാം ബുഖാരി തങ്ങളുടെ അൽ അദബുൽ മുഫ്രദ്, ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണെങ്കിൽ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ പ്രഭാത സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ട ചില ശകലങ്ങൾ നമ്മൾ വായിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, ലോകത്തെല്ലാ നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന് മാത്രമുള്ള ഒരു വിശേഷമാണ് ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ കൃത്യമായ ഒരു ജീവിത ചിട്ടയും ദൈനംദിന ചര്യകളും രേഖപ്പെട്ട് കിടക്കുന്നു. പകർത്തപ്പെടാവുന്ന വിധം ലഭ്യമാണ്. ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾ ഭാഗികമായോ അല്ലാതെയോ അത് പകർത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ. പൂർണ്ണമായും അത് ശരിയാണ്. വേറെ ഏത് നേതാക്കളെക്കാളും അനുകരിക്കപ്പെടുകയും അനുധാവനം ചെയ്യപ്പെടുകയും ചുവടുകൾ അറിഞ്ഞ് തുടരപ്പെടുകയും ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാതം തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ഒരു ചെറിയ മയക്കത്തിനു ശേഷം
ഉണർന്നത് മുതൽ എന്ന ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ വായിച്ചു തുടങ്ങിയാൽ فإذا أذن بلال رضي الله عنه ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇസ്തൈഖള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണരും. അവിടുന്ന് തഹജ്ജുദ്, പാതിരാ നിസ്കാരം അനുയായികൾക്ക് ഐച്ഛികമായി നിർദ്ദേശിക്കുകയും സ്വന്തം ജീവിതത്തിൽ നിർബന്ധമായി പാലിക്കുകയും ചെയ്തിരുന്നവരാണ്. അത് രാത്രിയിലെ കർമ്മങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കപ്പെടുന്നു. സുബഹിക്ക് മുമ്പുള്ള ഉണർച്ചയെക്കുറിച്ചാണ് ഇപ്പോഴീ പറയുന്നത്. وأول شيء يفعله رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ചെയ്യുന്നത് മിസ്വാക്ക് എടുത്ത് ദന്തശുദ്ധീകരണം വരുത്തുക എന്നതാണ്. അപ്പോൾ ഉണർന്നാലുടനെ ബ്രഷ് ചെയ്ത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, മരണാനന്തരം ജീവിപ്പിച്ചവനെ നിനക്കാകുന്നു സർവസ്തുതിയും. ഉറക്കം എന്നത് മരണത്തിൻ്റെ കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ആത്മാവ് ശരീരത്തിൽ നിന്ന് സമ്പൂർണമായ ബന്ധം വിച്ഛേദിക്കാതെ എന്നാൽ ഭാഗികമായി ഒന്ന് മാറി നിൽക്കുന്ന അവസ്ഥയാണ്. അന്നൗമു അഹുൽ മൗത്തി, മരണത്തിൻ്റെ സഹോദരനാണ്. ചില ആളുകളുടെ ആത്മാവും ശരീരവും ഉറക്കത്തിൻ്റെ നേരത്ത് വേറിട്ടത് പിന്നെ ഈ ലോകത്ത് വെച്ച് തിരിച്ചു വരാത്ത വിധം എന്നേക്കുമായി പിരിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, മരണപ്പെടുത്തിയതിനു ശേഷം ഉണർത്തിയവനെ, ജീവിപ്പിച്ചവനെ, അങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അവനിലേക്കാണ് മടക്കം. അപ്പോൾ ഒരു യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ആരംഭിക്കുന്നത്. സ്വയം ഉണ്ടായിരിക്കേണ്ട ബോധ്യങ്ങളെ സമയോചിതമായി കൃത്യപ്പെടുത്തുക എന്ന മനഃശാസ്ത്രപരമായ വലിയൊരു ഇടപെടൽ ഈ പ്രയോഗത്തിനും പ്രാർത്ഥനയിലും നമുക്ക് വായിക്കാം. മതത്തെയും മതദർശനങ്ങളെയും പ്രവാചകരെയും പ്രവാചകചര്യയെയും നിരാകരിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നവർക്കും മരണം എന്ന യാഥാർത്ഥ്യത്തെ ഏതെങ്കിലും ഒരു സംജ്ഞ കൊണ്ടോ സങ്കേതം കൊണ്ടോ സംവിധാനം കൊണ്ടോ സൗകര്യങ്ങൾ കൊണ്ടോ പ്രതിരോധിക്കാനായിട്ടില്ല. അപ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, ഉറക്കാകുന്ന മരണത്തിൻ്റെ കൂട്ടുകാരൻ, എന്നേക്കുമുള്ള മരണത്തിനപ്പുറം താൽക്കാലികമായി മാത്രം വിശ്രമം നൽകി തിരിച്ച് ജീവിതം നൽകിയവനെ, നിനക്കാകുന്നു സർവസ്തുതിയും. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് തരുന്ന ഒരുത്തനുണ്ട് എന്ന വിചാരം, മറ്റൊരാളെ സ്തുതിക്കുക എന്ന വലിയൊരു മാനസിക പ്രവർത്തനം. മറ്റൊരാളെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാനസിക പ്രവർത്തനമൊന്നുമല്ല.
അത് വലിയൊരു മാനസിക പ്രവർത്തനമാണ്. മറ്റൊന്നിനെ ഉൾക്കൊള്ളുക, ആ മറ്റൊരാൾ ചെയ്തു തന്ന അനുഗ്രഹത്തെ തിരിച്ചറിയുക, ആ അനുഗ്രഹദാതാവിനെ പ്രശംസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ മാനസിക പ്രവർത്തനമാണ്. അപ്പോൾ ആ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാനസിക പ്രവർത്തനത്തോടു കൂടിയാണ് ഒരു വിശ്വാസിയുടെ പ്രഭാതമാവേണ്ടത്. പ്രാരാബ്ദങ്ങൾ പറഞ്ഞ് മനസ്സ് നൊന്തുകൊണ്ടല്ല, ഇല്ലായ്മകളെക്കുറിച്ച് ആലോചിച്ച് ഊർജം നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല, ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ആ അനുഗ്രഹത്തിൻ്റെ സ്രോതസ് ആരാണെന്ന് മനസ്സിലാക്കി ആ സ്രോതസ്സിനെ പ്രശംസിച്ചുകൊണ്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആത്മീയ മാനസിക കർമ്മത്തോടു കൂടിയാണ് പ്രഭാതമാകുന്നത്. അപ്പം മനുഷ്യൻ്റെ അവൻ്റെ മനസ്സ് നല്ലൊരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത് വുളൂ ചെയ്യുക, അംഗസ്നാനം നടത്തുക എന്നതാണ്. കുളിക്കേണ്ടുന്ന ഘട്ടങ്ങളാണെങ്കിൽ അതിനോടൊപ്പം അല്ലെങ്കിൽ ശേഷം വുളൂ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുളിച്ച് വുളൂ എടുത്ത് റെഡിയാകേണ്ട രാവിലെകളും ഉണ്ടായിട്ടുണ്ട്. വുളൂ എടുത്തുകൊണ്ട് മാത്രം ബാക്കിയുള്ള കർമ്മങ്ങൾക്ക് തുടരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വുളൂ എടുക്കേണ്ടാത്ത വിധം പൂർണ്ണമായും ആത്മാവ് ഉണർന്നിരിക്കുന്നു എന്നതുകൊണ്ട് നീണ്ട നേരം മുമ്പുള്ള വുളൂഇൽ തുടർച്ച പാലിച്ചുകൊണ്ട് പ്രഭാതത്തിലേക്ക് കടന്ന ദിവസങ്ങളും ഉണ്ട്. അവ രാവിലെ ഉണരുക, നേരത്തെ തന്നെ ഉണരുക, ഉണർന്നാലുടനെ മിസ്വാക്ക് ചെയ്യുക, പിന്നെ വുളൂ ചെയ്യുക. പിന്നെ രാവിലെ ചെയ്തിരുന്ന ഏറ്റവും വലിയൊരു കർമ്മം ഏതാണ്? സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ലളിതമായും കണിശമായും നിസ്കരിച്ചിരുന്ന 2 റക്അത്ത് നിസ്കാരമാണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം. മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. വലം യകുൻ അലാ ശൈഇൻ മിനൻ നവാഫിലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്ന് അശദ്ദുൽ മുആഹദതി, വിടാതെ പിന്തുടർന്നിരുന്ന ഒരു സുന്നത്ത് നിസ്കാരം ഹാത്തൈനി റക്അത്തൈനി ഖബല സുബ്ഹി, സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. അവിടുന്ന് പറഞ്ഞു, ലഹുമാ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫീഹാ, ആ 2 റക്അത്തുകൾ ഈ ലോകവും അതിലുള്ളത് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാകുന്നു. ഫജ്ർ നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരവും ഈ ലോകവും അതിലുള്ളത് അഖിലവും ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. സുന്നത്ത് നിസ്കാരം മിക്കവാറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലാണ് നിസ്കരിക്കുക. അത് വീട് പള്ളിയോട് വളരെ ചേർന്നാണല്ലോ. അവ വീട്ടിൽ സുന്നത്ത് നിസ്കരിക്കാനും ഇഖാമത്ത് കൊടുത്താൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ജമാഅത്തിന് ഇമാമത്ത് നിർവഹിക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്കറിയാം, മസ്ജിദുൻ നബവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുന്ന ഹുജറത്തു ഷരീഫയും അന്ന് ഒരു വേലിയുടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ, ഒരു കർട്ടൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയ മതിലിൻ്റെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഒരു മതിൽ, ഒരു ഡോറിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിസ്കരിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിസ്കരിച്ചിട്ട് പള്ളിയിലേക്ക് പോകാം, അത്രയും നിയറസ്റ്റ് ആണെങ്കിൽ. അതല്ലെങ്കിൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കാം, പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് വീട്ടിലും.
അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ചിലപ്പോൾ അവിടെ നിന്നൊരു അല്പസമയം ഇളത്തജ അലാ ഷിഖ്ഹിൽ ഐമൻ, വലതുഭാഗത്തേക്കൊന്ന് ചരിഞ്ഞു കിടക്കും. വലതുഭാഗം ഖിബിലക്ക് അഭിമുഖമായി. അവ ചെറിയൊരു കിടത്തം, ഉറങ്ങാതെയുള്ളൊരു കിടത്തം, അത് സുന്നത്താണ്. ചിലപ്പോൾ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഭാര്യ ഉണർന്നിട്ടുണ്ടെങ്കിൽ ഭാര്യനോട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംസാരിക്കും. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നാണല്ലോ ജമാഅത്തിന് വരിക. അപ്പോൾ ആയിഷ ഉമ്മയോട് നല്ല കാര്യങ്ങളൊക്കെ, നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മൂല്യവത്തായ സംസാരം, അല്ല മോശമൊന്നും അവിടെ നിന്ന് പറയൂലല്ലോ, വെറുതെ കഥ പറയല്ല, മൂല്യവത്തായ സംസാരങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും. ഇനി അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണരുമ്പോൾ മഹദി അവറുകൾ ഉറങ്ങുകയാണെങ്കിൽ ഉണർത്തും. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദി മയങ്ങുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കുക എന്ന സുന്നത്തിനെ അവലംബിക്കും. അപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാതമാകുമ്പോൾ ഉണർന്ന് മിസ്വാക്ക് ചെയ്ത് വുളൂ ചെയ്ത് സുബഹിക്കുമുള്ള സുന്നത്ത് നിസ്കരിച്ച്, വീടിനോട് ചേർന്നാണ് പള്ളിയെങ്കിൽ ഭാര്യയോട് ക്ഷേമാന്വേഷണം നടത്തി, ഉറങ്ങി പോയെങ്കിൽ ഭാര്യയെ ഉണർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങും. ഇനിയോ ബിലാൽ റളിയല്ലാഹു അൻഹു ആണല്ലോ ആദ്യം വാങ്ങുകൊടുത്തത്, പള്ളിക്കൊക്കെ വിളിച്ചത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പണി എന്താ? ഇദജ്തമഅ അന്നാസു, ജനങ്ങൾ പള്ളിയിലേക്ക് ജമാഅത്തിനെത്തിക്കഴിഞ്ഞാൽ അതാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് വിളിക്കും, അസ്സലാഹ് യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കട്ടെ എന്ന് ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം മൂളിയാൽ ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടി ബിലാൽ തങ്ങൾ മിഹ്റാബിന്റെ അടുത്തേക്ക് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങും. ഫൈദാ ഖറജ മിൻ ബൈതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ റഫഅ ത്വറഫഹു ഇലസ്സമാഇ, വാനത്തേക്ക് കണ്ണുയർത്തി ദുആ ചെയ്യും. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ, അള്ളാഹുവെ നിന്നിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. അവയെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കും. അള്ളാഹുവെ ഞാൻ ആരെയെങ്കിലും മാർഗഭ്രംശം വഴിപിഴപ്പിക്കുക, എനിക്കെന്തെങ്കിലും മാർഗഭ്രംശം സംഭവിക്കുക, ആരെയെങ്കിലും ഞാൻ ആക്രമിക്കുക, ഞാൻ ആക്രമിക്കപ്പെടുക, ഞാൻ വിവരശൂന്യമായി സമീപിക്കപ്പെടുക തുടങ്ങി എല്ലാവിധത്തിലുമുള്ള വഴികേടിൽ ഞാൻ അകപ്പെടുന്നതിനെ തൊട്ടും ഞാൻ അകപ്പെടുത്തുന്നതിനെ തൊട്ടും എന്നെക്കൊണ്ട് ആരും വഴികേടാവാൻ പാടില്ല, എനിക്ക് വഴികേടുണ്ടാവരുത്.
എൻ്റെ വഴി തെറ്റരുത്, എന്നെക്കൊണ്ട് ആരും വഴി തെറ്റിക്കപ്പെടരുത്. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപടിക്രമമാണ്. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ തന്നെയുള്ള ദുആ എന്താ? എനിക്ക് നേർവഴി ലഭിക്കണം, എന്നെക്കൊണ്ട് ആർക്കും വഴി തെറ്റരുത്, എനിക്ക് വഴിതെറ്റിപ്പോകരുത്, അതിനു വേണ്ടി അള്ളാഹുവിനോട് കാവൽ തേടും. അപ്പോൾ അതങ്ങനെ തന്നെ പഠിച്ചു ചൊല്ലുക, ആശയം കൊണ്ട് പ്രാർത്ഥിക്കുക ഒക്കെ ആകാം. രാവിലെ തന്നെ നമുക്ക് പിഴച്ചു പോരുത്, നമ്മളെ കൊണ്ട് ആരും പിഴക്കരുത്, അതാണ്. ഫൈദാ ദഖലൽ മസ്ജിദ, പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി. പള്ളിയിലേക്ക് കടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ് ബിസ്മി ചൊല്ലും, സ്വലാത്ത് ചൊല്ലും. എന്നിട്ട് പറയും അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി, എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ. വഫ്തഹ് ലി അബ്വാബ റഹ്മതിക, എൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരണമേ. അഊദു ബില്ലാഹിൽ അദീം, മഹത്വങ്ങളുടെ അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു. അപ്പോൾ അള്ളാഹുവിനോട് കാവൽ തേടി അള്ളാഹുവിൻ്റെ കാരുണ്യം യാചിച്ചുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിക്കും. പ്രധാനം അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങുക. 2 ഇസ്തിഗ്ഫാർ ചെയ്യാൻ. അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി, എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ. മഅസൂമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങൾ പുറത്തു തരണേ എന്ന് ദ്വാരക്കണത് അവിടുത്തെ വിനയവും താഴ്മയും അള്ളാഹുവിൻ്റെ മഹത്വത്തെ തിരിച്ചറിയലും അതോടൊപ്പം തന്നെ അനുയായികളായ നമുക്ക് വലിയൊരു അധ്യാപനം നൽകലുമാണ്. പാപസുരക്ഷിതത്വമുള്ള ഞാൻ അള്ളാഹുവിനോട് ദിവസേന 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുന്നു? അതൊരു ചോദ്യമല്ലേ, അതൊരു ആലോചനയല്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം തേടി പള്ളിയിലേക്ക് പ്രവേശിക്കും. ബിലാൽ റളിയല്ലാഹു അൻഹു ഫഇദാ റആഹു ബിലാലുൻ ദാഖിലനിൽ മസ്ജിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കടന്നു എന്ന് കണ്ടാൽ അഖാമസ്സലാ, ഇഖാമത്ത് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോഴേക്ക് സ്വഹാബത്ത് എഴുന്നേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ സവ്വസ്വഫ, അണിയൊപ്പിച്ചു നിർത്തി. സവ്വു സുഫൂഫക്കും വതറാസു, നിങ്ങൾ അണിയൊപ്പിച്ച് ചേർന്ന് നിൽക്കൂ എന്ന് അവിടുന്ന് നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് നിർദ്ദേശിക്കും. ഫഇന്ന തസ്വിയത അസ്സുഫൂഫ് മിൻ തമാമി സ്വലാഹ്, നിസ്കാരത്തിൻ്റെ സമ്പൂർണതയിൽപ്പെട്ടതാണ് അണിയൊപ്പിച്ച് നിൽക്കുക എന്നത്. അപ്പോൾ രാവിലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാമൂഹിക പ്രവർത്തനം ആരംഭിച്ചു. പരിസരത്തുള്ളവർ ശിഷ്യന്മാരെയെല്ലാം ഒരേ ലൈനിൽ, ഒരേ ചിട്ടയിൽ, ഒരേ വിചാരത്തിൽ, ഒരേ ലക്ഷ്യത്തിലേക്ക് നിർത്തി. അവരുടെ മടമ്പുകൾ കയറിയിറങ്ങുക വഴി മനോവിചാരങ്ങൾക്കും വ്യത്യാസമുണ്ടാകും. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ സമാന ദിശയിൽ ആലോചിപ്പിക്കുകയും പൊതു ലക്ഷ്യങ്ങളിലേക്ക് കൊണ്ടുവരികയും അടിസ്ഥാനപരമായ ഒരുമയെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനെയൊക്കെ നമ്മൾ കുറച്ചൊക്കെ സാമൂഹികമായും ദാർശനികമായും വായിച്ചാൽ ലോകത്ത് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാത്ഭുതമാണിത്. എന്താണ് മഹാത്ഭുതമാവണത്? ഞാനിപ്പോൾ കഴിഞ്ഞ ചില സദസ്സുകളിൽ ചോദിച്ചു, ഒരു 100 ദിവസം 3 നേരത്തെ നിസ്കാരം, 3 നേരത്തെ ഭക്ഷണം
മുടങ്ങാതെ കഴിച്ച എത്ര പേരുണ്ട്? ഒരാൾ പോലും കൈ ഉയർത്തിയില്ല. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണല്ലോ ഭക്ഷണം. ഭക്ഷണത്തിൽ പോലും നമുക്കൊരു 100 ദിവസം കൃത്യമായിരുന്നു, ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, കൃത്യമായത് പാലിച്ചിട്ടുണ്ടെന്ന് പറയാൻ മനുഷ്യന് കഴിയുന്നില്ല. പക്ഷേ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിസ്കാരം 5 സമയത്തേത് മുടങ്ങാതെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അത് സമൂഹത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിലുള്ള ആൾ മാത്രമല്ല, സമൂഹത്തിൻ്റെ എല്ലാ തുറയിലുമുള്ള മനുഷ്യന്മാർ, അധ്യാപകരും വിദ്യാർത്ഥികളും മുതലാളിമാരും തൊഴിലാളിമാരും ഭരണാധികാരികളും പ്രജകളും വിദ്യാസമ്പന്നരും വിദ്യാശൂന്യരും, അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ 5 സമയങ്ങളിൽ കൃത്യമായ ഒരു സ്പാൻ ഓഫ് ടൈമിനുള്ളിൽ അവരുടെ പ്രാഥമിക അവയവങ്ങളൊക്കെ ശുദ്ധീകരിച്ച് പ്രത്യേക ചിട്ടയിൽ സവിശേഷമായ ഒരു ആരാധനാക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് ഇസ്ലാം ദർശനത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അത് മനുഷ്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാനുള്ള ഒരു ആത്മീയ ശാസ്ത്രീയ മാനസിക പ്രവർത്തനം എങ്ങനെയാണ് ഇസ്ലാം സാധിച്ചെടുത്തത് എന്ന് ആലോചിച്ചാൽ തന്നെ ഇസ്ലാം ഒരാശ്ചര്യമാണ്. ഒരു വിശ്വാസിയുടെ ദൈനംദിന ജീവിതം ഒരു അത്ഭുതമാണ്. അങ്ങനെ ഒരു ക്രമം രൂപപ്പെടുത്തിയെടുത്തത് മനുഷ്യരിൽ എങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്നത് കൃത്യമായി ആലോചിച്ചാൽ എത്രയോ മനുഷ്യർ വലിയ വലിയ തിരക്കുകൾക്കിടയിൽ ഈ ചിട്ടകളെ പാലിച്ചു പോകുന്നു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച സംവിധാനത്തിൻ്റെ വേരുകൾ എത്രമാത്രം ആഴ്ന്നതാണ് എന്ന് നമ്മെ പഠിപ്പിക്കും. അപ്പോൾ കോടിക്കണക്കിന് വിശ്വാസികൾ അവരവരുടെ അടുത്തുള്ളവരോട് മടമ്പ് ചേർത്ത് മനസ്സ് ചേർത്ത് അണിയൊപ്പിച്ച് നിൽക്കുന്ന ഒരു വലിയ സാമൂഹിക പ്രവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരം പൂർത്തിയായാൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ നിസ്കാരം പൂർത്തിയായി കഴിഞ്ഞാൽ നിർവഹിക്കുന്ന ദിക്റുകളെ കുറിച്ച്, നിസ്കാരം പൂർത്തിയായി കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിസ്കാരം എന്ന വലിയൊരു പ്രവർത്തനം കഴിഞ്ഞാൽ പിന്നെ സുന്നത്തുള്ള കാര്യം 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലാണ്. അപ്പൊ നിസ്കരിക്കുക എന്നതൊരു തെറ്റായ കാര്യമാണോ? അല്ല. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം ഉടമ നിർദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നിർവഹിക്കുമ്പോൾ അതിൽ കുറവില്ലാതിരിക്കുക, അത് അന്യൂനമായി നിർവഹിക്കുക, അതിലെന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ പിഴവാണ് എന്ന് തിരിച്ചറിയുക, അതില്ലാതിരിക്കാൻ വേണ്ടി കേടപേക്ഷിക്കുക എന്ന ഒരു അടിമത്വ വിചാരത്തിൻ്റെ ഉന്നതിയാണ് ഈ ഇസ്തിഗ്ഫാർ. ഞാൻ എന്നെക്കൊണ്ട് കഴിയുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്, അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് ഏമാനെ വിട്ടുവീഴ്ച ചെയ്യണം. അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു അടിമ എത്രമേൽ വിനീതമാകണം, എത്രമേൽ വിനയഭാവത്തിൽ ഉണ്ടാവണം എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദുൽ ജലാലി വൽ ഇക്റാം. നിസ്കാരാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പാപമോചനം തേടുകയും അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുകയും അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് തിരിച്ചറിയുകയും അവൻ നമുക്ക് പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ അസ്സലാം എന്ന വിശേഷത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയും ചെയ്യും. പിന്നെ നിസ്കാരാനന്തരമുള്ള ദിക്റുകൾ ചൊല്ലും, അള്ളാഹുവിനോട് ദുആ ചെയ്യും. നിസ്കാരാനന്തരമുള്ള ദുആഇന് വലിയ
ഉത്തരം പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപ്രകാരം പ്രാർത്ഥിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ പ്രഭാതത്തിനൊരു കൃത്യമായ ടൈം ടേബിൾ ഉണ്ടായിരുന്നു. ഇന്നും കോടിക്കണക്കിന് വിശ്വാസികൾ അത് അനുകരിക്കുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരാനന്തരം സ്വഹാബികളോടൊപ്പം വൈജ്ഞാനികമായി സഹവസിക്കുന്നു, അറിവ് പങ്കുവെച്ചു കൊടുക്കുന്നു. ചിലപ്പോഴൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ സ്വഹാബത്തിൻ്റെ അഭിമുഖമായിരിക്കും. എന്നിട്ട് അവരെ ക്ഷേമാന്വേഷണം നടത്തും. ചിലരോട് ചോദിക്കും, ഇന്നലെ രാത്രി എന്തോ സ്വപ്നം കണ്ടിരുന്നോ എന്ന് ചോദിക്കും. അപ്പം അത് ഇനിയുള്ള കർമ്മങ്ങൾ ഓരോരുത്തരുടെയും പൊസിഷൻ അനുസരിച്ചുകൊണ്ടാണ്. മുദർരിസ് ആണെങ്കിൽ, മുഅല്ലിമാണെങ്കിൽ അധ്യാപനത്തിലേക്ക്, ഒരു നേതൃത്വമാണെങ്കിൽ അനുയായികളുടെ ക്ഷേമ വിചാരങ്ങളിലേക്ക്, അവിടെ സാധ്യമായ മുഴുവൻ നന്മകളെയും സമ്മേളിപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാത നടപടികളും സംവാദങ്ങളും ഉണ്ടായത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാതം എങ്ങനെയായിരുന്നു എന്ന് വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ. അതിൻ്റെ ഒരു ആമുഖം മാത്രം ഇതോടെ ഇന്നിവിടെ സമർപ്പിക്കുന്നു. സൗകര്യപ്രദമാം വിധം ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു സന്ദർഭങ്ങളിൽ തുടർന്ന് വായിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അനുകരിക്കാനും അവിടുത്തെ ചര്യകൾ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഓഗസ്റ്റ് 30, 31 തീയതികളിൽ